മാധ്യമത്തിൻ്റെ പങ്ക് വഹിച്ച ആളുകളോട് എന്നും ബഹുമാനവും സ്നേഹവും ആദരവും ഈ സംഘടനയ്ക്ക് എന്നും ഉണ്ടാവും. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാം. പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യം ജൂൺ മാസം 15-ാം തീയതിയാണ് സർക്കാർ നടപ്പിലാക്കിയത്. അതോടുകൂടി ഈ ബസ്സിൽ കയറുന്നത് 50% സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ ഈ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് മാറി സൗജന്യ യാത്രയിലേക്ക് പോകുമ്പോൾ ബസ്സിലുള്ള യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതുപോലും ബസ് വ്യവസായം അതീവ തീക്ഷ്ണ പ്രതിസന്ധിയിലാണ്. ബസ്സുകൾ കേരളത്തിലുള്ള 11,000 ബസ്സുകൾ ഇന്ന് കേരളത്തിൽ സർവീസ് നടത്തുന്നത്. ഏകദേശം 5.5 കോടി രൂപയോളം ഞങ്ങൾ മുതൽ മുടക്കിയിട്ടാണ് ഈ വ്യവസായം നടത്തുന്നത്. ഗവൺമെൻറ്റിന് ഒരു ബാധ്യത പോലും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. കേരളത്തിൽ 70% പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിനെ നിലനിർത്തുന്നത് ഈ പ്രൈവറ്റ് ബസ്സാണ്. നമുക്കറിയാം 4125 ബസ്സുകളാണ് ഏകദേശം KSRTCൻ്റെ ഇവിടെ സർവീസ് നടത്തുന്നത്. അതിൽ 3000 ബസ്സുകളാണ് പ്രിയദർശിനിയായിട്ട് ഓർഡിനറി ആയിട്ട് സർവീസ് നടത്തുന്നത്.